ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്ന് കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. അടാട്ട് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് VG ഹരീഷ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJPയിൽ ചേർന്നു. കൈപ്പറമ്പിൽ LDF സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ ആക്രമണം. ക്രിസ്മസ് പരീക്ഷാ തീയതി പുനഃക്രമീകരിച്ചു. പരീക്ഷകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തും. ക്രിസ്മസ് അവധി 23 മുതൽ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും നിരാഹാരം തുടർന്ന് വിയൂർ ജയിലിലെ മാവോയിസ്റ്റ് തടവുകാർ. മർദ്ദന പരാതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യം. തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപം ബസ്സിനടിയിൽ കുടുങ്ങി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ക്ലീനർ മരിച്ചു. മണ്ണുത്തി നെല്ലങ്കരയിൽ ടിപ്പർ ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. എറിയാട് ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. മാള വൈന്തലയിൽ മുളകുപൊടി എറിഞ്ഞ് അങ്കണവാടി അധ്യാപികയുടെ മാല പൊട്ടിച്ച സംഭവം. യുവതി ഉൾപ്പെടെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുറ്റിച്ചൂരിൽ ബൈക്ക് യാത്രക്കാരന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് 3 ലക്ഷത്തോളം രൂപ കവർന്ന കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിലായി. ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിൽ 214 പോയിന്റുമായി തൃശൂർ വെസ്റ്റ് ഉപജില്ലയും വലപ്പാട് ഉപജില്ലയും 1ാം സ്ഥാനത്ത് തുടരുന്നു. 4 ദിവസങ്ങളായി നടക്കുന്ന കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് 8500ഓളം കലാപ്രതിഭകൾ. ഞാൻ റിയ. വാർത്തകൾ വിശദമായി. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്ന് കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. അടാട്ടു പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് VG ഹരീഷ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJPയിൽ ചേർന്നു. BJP ഓഫീസിൽ നടന്ന ചടങ്ങിൽ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഹരീഷിന് പാർട്ടി അംഗത്വം നൽകി സ്വീകരിച്ചു. പഞ്ചായത്തിലെ 14ാം വാർഡിൽ DCC പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി അനിൽ അക്കര പണം വാങ്ങി സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നും ഹരീഷ് പറഞ്ഞു. അടാട്ട് പഞ്ചായത്തിൽ ഇപ്പോൾ 20 വാർഡായിട്ടുണ്ട്. പുതിയ ഇതനുസരിച്ച് 20 വാർഡാണ്. അതിൽ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ മുൻ MLA അനിലക്കര അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെതായ കുറെ സ്ഥാനാർത്ഥികൾ നിർത്തുകയാണ്. സത്യം പറഞ്ഞ പൈസ വാങ്ങിക്കൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ നിർത്തുന്ന ഒരു അവസ്ഥയാണ് അടാട്ട് പഞ്ചായത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അനിലക്കര, കാരണം എൻ്റെ വാർഡിൽ 14ാം വാർഡാണ് എൻ്റെ വാർഡിൽ DCC പ്രഖ്യാപിച്ച ഒരു വനിതയെ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മാറിയതും. പലതരത്തിലുള്ള സെറ്റിൽമെന്റ് രാഷ്ട്രീയമാണ് അടാട്ട് പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അനിൽ അക്കരയുടേത് സെറ്റിൽമെന്റ് രാഷ്ട്രീയമാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. CPM-മായി അന്തർധാര നടക്കുന്നുണ്ടെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കളവും ചതിയും ഒറ്റിക്കൊടക്കലും സെറ്റിൽമെന്റും മാത്രം നടത്തുന്ന സെറ്റിൽ മാൻ ഇതുവരെ അറിയപ്പെട്ടിരുന്നത് അനിൽ അക്കര എന്നാണെങ്കിൽ അനിൽ അക്കരയെ ഇനി മുതൽ ബ്രൈബ് സെറ്റിൽ മാൻ അക്കര എന്ന് അറിയപ്പെടും എന്ന രീതിയിൽ സെറ്റിൽമെന്റ് നടത്തി പണമുണ്ടാക്കി DCC നിശ്ചയിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം പഞ്ചായത്തിലും മണ്ഡലങ്ങളിലും സ്വീകരിക്കുന്നതിനെതിരെ രോഷം പൂണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക്, പാർട്ടി പ്രവർത്തനത്തിലേക്ക് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് അടാട്ടിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ ഹരീഷ് അദ്ദേഹം ഇന്ന് BJPയിൽ അംഗത്വം എടുക്കുന്നു. BJPയിൽ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. ചടങ്ങിൽ BJP നോർത്ത് ജില്ലയിൽ ഉൾപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ പ്രഖ്യാപിച്ചു. TCV ന്യൂസ്, തൃശൂർ. കൈപ്പറമ്പിൽ സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ ആക്രമണം. 16ാം വാർഡ് അംഗവും LDF സ്ഥാനാർത്ഥിയുമായ അഖില പ്രസാദിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. വീടിന് മുന്നിൽ വെച്ചിരുന്ന ചെടിച്ചട്ടികൾ സാമൂഹ്യ വിരുദ്ധർ തകർത്തു. നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും സൈക്കിളും അക്രമികൾ തട്ടിയിട്ടു. സംഭവമറിഞ്ഞ് പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ നടന്ന ആക്രമണത്തിൽ കൈപ്പറമ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MS ശ്രീജിത്ത് അപലപിച്ചു. പരീക്ഷാ തീയതി പുനഃക്രമീകരിച്ചു. ക്രിസ്തുമസ് പരീക്ഷകൾ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം നടക്കും. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകാർക്ക് ഡിസംബർ 15 മുതൽ 23 വരെ പരീക്ഷ നടക്കും. ക്രിസ്തുമസ് അവധി ഡിസംബർ 23-ന് ആരംഭിക്കും.
ക്രിസ്തുമസ് അവധിക്ക് ശേഷം സ്കൂളുകൾ ജനുവരി 5-ന് തുറക്കും. നേരത്തെ ഡിസംബർ 11 മുതൽ 19 വരെ പരീക്ഷ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. വിയ്യൂർ സെൻട്രൽ ജയിലിലെ മർദ്ദന പരാതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നിരാഹാരം നടത്തിവന്ന 2 മാവോയിസ്റ്റ് തടവുകാരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിലും ഇവർ നിരാഹാരം തുടരുകയാണ്. സന്തോഷ്, വിവേക് എന്നീ തടവുകാരാണ് നിരാഹാര സമരം നടത്തുന്നത്. NIA കേസിലെ പ്രതികളായ PM മനോജ്, അസ്ഹറുദ്ദീൻ എന്നിവരെ ജയിൽ ഉദ്യോഗസ്ഥർ സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പരാതി. കഴിഞ്ഞ 13-നായിരുന്നു സംഭവം. സെല്ലിൽ കയറ്റുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് മർദ്ദനമുണ്ടായത്. പിന്നാലെ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ ആവശ്യപ്പെട്ട് DGPക്ക് പരാതി ലഭിച്ചു. ജയിൽ വാർഡനായ അഭിനവ്, ജോയിന്റ് സൂപ്രണ്ട് ശ്രീജിത്ത്, ഡെപ്യൂട്ടി സൂപ്രണ്ട് കിരൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം എന്നാണ് പരാതിയിൽ പറയുന്നത്. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ ബസ്സിനടിയിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന ബസ് ജീവനക്കാരൻ മരിച്ചു. വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് സ്വദേശി മരോട്ടിക്കൽ ലോനപ്പന്റെ മകൻ 46 വയസ്സുള്ള മനോജാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. തൃശൂർ കോടാലി റൂട്ടിൽ സർവീസ് നടത്തുന്ന ദാസ് ബ്രദേഴ്സ് ബസ്സിലെ ജീവനക്കാരനാണ് മനോജ്. സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടാൻ നേരത്ത് ബസിന്റെ ബ്രേക്ക് ഷൂവിന്റെ സ്പ്രിംഗ് മാറ്റാൻ ബസ്സിനിടയിൽ കിടക്കുന്നതിനിടെ ബസിന്റെ ചക്രം മനോജിന്റെ ദേഹത്തിടിക്കുകയായിരുന്നു. സ്പെയർ പാർട്സ് കടയിൽ നിന്ന് സ്പ്രിംഗ് വാങ്ങി മനോജ് ബസ്സിനടിയിൽ കിടന്ന് മാറ്റുന്നത് ഡ്രൈവർ അറിഞ്ഞിരുന്നില്ല. വടക്കേച്ചിറയ്ക്ക് സമീപം ഇറക്കത്ത് നിർത്തിയിട്ട ബസ് പോലീസ് വരുന്നത് കണ്ട് പെട്ടെന്ന് മുന്നോട്ടെടുക്കുന്നതിനിടെയാണ് അപകടം. പരിക്കേറ്റ മനോജിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ ചൊവ്വാഴ്ച പുലർച്ചെ മരിച്ചു. കൊടുങ്ങല്ലൂർ എറിയാട് ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. മാടവന കരിമാത്ത് സുധാകരന്റെ മകൻ 40 വയസ്സുള്ള അഭിലാഷാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം എറിയാട് ആറാട്ടുവഴിയിലായിരുന്നു സംഭവം. തെരുവുനായ ബൈക്കിന് കുറുകെ ചാടിയാണ് അപകടമുണ്ടായതെന്നാണ് സൂചന. മണ്ണുത്തി നല്ലങ്കരയിൽ ടിപ്പർ ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. ബൈക്ക് യാത്രക്കാരനായ കൂട്ടാല സ്വദേശി പടിഞ്ഞാപ്പുറത്ത് കുര്യൻ മകൻ 38 വയസ്സുള്ള പ്രിൻസാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ പ്രിൻസിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമലയിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് പിറകിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാർ ഇടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരം. പരിക്കേറ്റവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ഭാഗത്തുനിന്ന് വന്ന ആന്ധ്ര സ്വദേശികളായ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ തെറിച്ചുപോയി. സ്കൂട്ടറിലിടിച്ചാണ് ഓട്ടോറിക്ഷ നിന്നത്. അപകടത്തിൽപ്പെട്ട ഓട്ടോറിക്ഷയിൽ ഡ്രൈവറും യാത്രക്കാരിയുമാണ് ഉണ്ടായിരുന്നത്. യാത്രക്കാരിയുടെ പരിക്ക് ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വർഷം മുമ്പ് മാത്രം തുടങ്ങിയ ചാനൽ എന്നുള്ളൊരു പരിമിതി ന്യൂസ് മലയാളത്തിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. RDX എന്ന പ്രോഗ്രാം 8 മണിക്ക് അത് കാണുന്നുണ്ട്. നല്ല പ്രോഗ്രാമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ചാനലാണ്. വീട്ടുകാരെല്ലാവരും കാണലുണ്ട്. നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ തോന്നിയത് വാർത്തകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ന്യൂസ് ഇതാണ് വെക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കേരളം പറയുന്നു, എല്ലാരും കാണുന്നത് ന്യൂസ് മലയാളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം. ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. വൈന്തല പാടത്ത് വെച്ച് അങ്കനവാടി ടീച്ചറുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് 3 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല കവർന്ന കേസിൽ 2 പ്രതികൾ പിടിയിൽ. നെല്ലിശ്ശേരി വീട്ടിൽ മോളി ജോർജിന്റെ മാലയാണ് കഴിഞ്ഞ ദിവസം പൊട്ടിച്ചത്. മാള വൈന്തല സ്വദേശിനി കടമ്പനാട്ട് വീട്ടിൽ അഞ്ജന, മാള മേലടൂർ സ്വദേശി കാരക്കാട്ട് വീട്ടിൽ ജീസൻ എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. മോളി ടീച്ചർ വരുന്നതും പോകുന്നതും ദിവസങ്ങളോളം നിരീക്ഷിച്ച ശേഷം തിങ്കളാഴ്ച വൈകിട്ട് സമീപത്തൊന്നും ആളുകളില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് കവർച്ച നടത്തിയത്. സംഭവത്തിന് ശേഷം പ്രധാന പ്രതിയായ അഞ്ജനയുടെ വീട്ടിലെത്തിയ പ്രതികൾ മാല വിൽപ്പന നടത്തുന്നതിനായി ചാലക്കുടിയിലേക്കാണ് പോയത്. മാല വിൽപ്പന നടത്താനായി ചാലക്കുടിയിലെത്തിയ പ്രതികൾ ചാലക്കുടിയിലെ ഒരു ജ്വല്ലറിയിൽ താലി മാത്രം വിറ്റ് പണം വാങ്ങുകയും ചെയ്തു. ഇവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്ന അന്വേഷണ സംഘം അഞ്ജനയെ വെണ്ണൂരിൽ നിന്നും ജീസനെ പുറക്കുളം പാലത്തിന് സമീപത്തു നിന്നുമാണ് പിടികൂടിയത്. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ജീസനെ അന്വേഷണ സംഘം സാഹസികമായാണ് പിടികൂടിയത്. അന്തിക്കാട് മുറ്റിച്ചൂരിൽ ബൈക്ക് യാത്രക്കാരന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് 3 ലക്ഷത്തോളം രൂപ കവർന്ന കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിലായി. കൊടകര മനക്കുളങ്ങര സ്വദേശി ബിനുവിനെയാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ M. അഫ്സൽ, ASI ES ജീവൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം മണ്ണാർക്കാട് നിന്നും പിടികൂടിയത്. കഴിഞ്ഞ 7-ാം തീയതിയാണ് പണവുമായി ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന മഹാരാഷ്ട്ര സ്വദേശിയെ കാറിലെത്തിയ സംഘം തടഞ്ഞു നിർത്തി മുളക് സ്പ്രേ കണ്ണിലടിച്ച് 3 ലക്ഷം കവർന്നത്. സംഘത്തിലെ 3 പേരെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പോരാട്ടം മുറുകുന്നു. 214 പോയിന്റുമായി തൃശൂർ വെസ്റ്റ് ഉപജില്ലയും വലപ്പാട് ഉപജില്ലയും 1-ാം സ്ഥാനത്ത് തുടരുന്നു. 207 പോയിന്റുമായി കൊടുങ്ങല്ലൂർ ഉപജില്ല 2-ാം സ്ഥാനത്തും 206 പോയിന്റുമായി തൃശൂർ ഈസ്റ്റും കുന്നംകുളം ഉപജില്ലയും 3-ാം സ്ഥാനത്ത് തുടരുന്നു. സ്കൂൾ വിഭാഗത്തിൽ 63 പോയിന്റുമായി തൃശൂർ സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളും 1-ാം സ്ഥാനത്ത് തുടരുന്നു. കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ നിർവഹിക്കും. 22 വേദികളിലായി നടക്കുന്ന കലാമേളയിൽ 8,000-ലേറെ കലാപ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം 21-ന് സമാപിക്കും. കൊമ്പൻ മാവേലിക്കര ഗണപതി ചരിഞ്ഞു. പഴഞ്ഞി പെങ്ങാമുക്ക് പെരുന്നാളിന് ശേഷം തെക്കുമുറി പറമ്പിൽ കൊമ്പനെ തളച്ചിരുന്നു. എരണ്ടക്കെട്ടിനെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസമായി ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചരിഞ്ഞത്. ഉത്സവ പറമ്പുകളിലെ നിറസാന്നിധ്യമായിരുന്നു കൊമ്പൻ മാവേലിക്കര ഗണപതി. പശുവിനെ വെടിവെച്ചു കൊന്ന് മാംസം ചാക്കുകളിലാക്കി കടത്തിയ അന്തർജില്ലാ നായാട്ടു സംഘത്തെ വരന്തരപ്പള്ളി പോലീസ് പിടികൂടി. ഇവരിൽ നിന്ന് ലൈസൻസ് ഇല്ലാത്ത തോക്കും 40 തിരകളും 3 ചാക്ക് പശു ഇറച്ചിയും പോലീസ് പിടികൂടി. പാലക്കാട് തിരുവേഗപ്പുറ സ്വദേശി പുളിക്കൽ വീട്ടിൽ ഫിറോസ്, വരന്തരപ്പള്ളി നാടാമ്പാടം സ്വദേശി തറയിൽ വീട്ടിൽ റോയ്, വരന്തരപ്പള്ളി പൗണ്ട് സ്വദേശി കുളങ്ങര പറമ്പിൽ വീട്ടിൽ ഷാനു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ ഉപയോഗിച്ചിരുന്ന ഓട്ടോറിക്ഷയും ബൈക്കും കസ്റ്റഡിയിലെടുത്തു. പാലപ്പിള്ളി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിൽ അലഞ്ഞു നടക്കുന്ന പശുവിനെയാണ് സംഘം വെടിവെച്ച് കൊന്ന് ഇറച്ചിയാക്കിയത്. പ്രതി ഷാനുവിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 4 ബോട്ടിൽ പന്നി നെയ്യ്, ഇരുമ്പുവാൾ, വെട്ടുകത്തി, പെല്ലറ്റുകൾ എന്നിവയും 1 ലക്ഷം രൂപയും അബു താഹിറിന്റെ വീട്ടിൽ നിന്ന് തോക്കും തിരകളും പോലീസ് കണ്ടെടുത്തു. വരന്തരപ്പള്ളി SI PD ധനേഷ്, CPO KS ജിൽജിത്ത്, ഹോംഗാർഡ് രാധാകൃഷ്ണൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ആളൂർ കല്ലേറ്റുംകരയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിക്ക് വന്ന യുവാവിന്റെ 4 പവന്റെ സ്വർണ്ണമാല മോഷ്ടിച്ച കേസിൽ വയോധികയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലേറ്റുംകര സ്വദേശിനി കുഴുവേലി വീട്ടിൽ റോസിയെയാണ് ആളൂർ SHO ഷാജിമോന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. നടത്തറ സ്വദേശി ജോജി തോമസിന്റെ മാലയാണ് പ്രതി മോഷ്ടിച്ചത്. ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് വർക്ക് വിസ വാഗ്ദാനം ചെയ്ത് 2,77,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം മുംബൈ വിമാനത്താവളത്തിൽ നിന്നും ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. മാടക്കത്തറ പുല്ലാനിക്കാട് സ്വദേശി ചവറാട്ടിൽ വീട്ടിൽ പ്രശോഭാണ് അറസ്റ്റിലായത്. പോട്ട സ്വദേശിനി ജീനയുടെ പരാതിയിലാണ് അറസ്റ്റ്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പൂര്.
തൃശൂർ കോർപ്പറേഷനിൽ മത്സരിക്കുന്ന 5 BDJS സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. NDAയിൽ 8 സീറ്റുകളാണ് BDJSന് നൽകിയിട്ടുള്ളത്. രാമവർമ്മപുരം ഡിബിൻ ചന്ദ്ര, പടവരാട് ജോൺ കാനിരത്തിങ്കൽ, കൂർക്കഞ്ചേരി രേഖ ടീച്ചർ, നെടുപുഴ വിനു സുരേഷ്, ലാലൂർ നിഷ സുധീർ എന്നിവരെയാണ് പ്രഖ്യാപിച്ചത്. ജില്ലാ പഞ്ചായത്തിലേക്ക് തൃപ്രയാറിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അക്ഷയ കൃഷ്ണനെയും പ്രഖ്യാപിച്ചു. BDJS ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന പ്രഖ്യാപന ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PK സന്തോഷ്, MR മനോജ് കുമാർ, സന്തോഷ് കിളവൻ പറമ്പിൽ, മോഹൻദാസ് നെല്ലിപ്പറമ്പിൽ, രഘു എരണേഴത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മുല്ലശ്ശേരി പഞ്ചായത്തിൽ സീറ്റ് വിഭജനത്തിൽ CPM-CPI തർക്കം തുടരുന്നു. 11 വാർഡുകളിൽ CPM സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പഞ്ചായത്ത് സെക്രട്ടറി ജോസ്മോൻ മുൻപാകെ സമർപ്പിച്ചു. CPIയുടെ വാർഡായ 3, 8, 11, 13 എന്നീ വാർഡുകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിട്ടില്ല. വാർഡ് 9 ചൊല്ലിയാണ് CPM-CPI തർക്കം മുറുകുന്നത്. കഴിഞ്ഞ തവണ ഈ സീറ്റ് CPIയുടെ ആയിരുന്നു. ഇത്തവണ 9ാം വാർഡിന് പകരം വാർഡ് 11 CPIക്ക് നൽകിയത്. പക്ഷേ ഇക്കാര്യം അംഗീകരിക്കാൻ CPI തയ്യാറായിട്ടില്ല. എളവള്ളി പഞ്ചായത്തിൽ സീറ്റ് വിഭജനത്തിൽ CPM-CPI തർക്കം തുടരുന്നു. എളവള്ളി പഞ്ചായത്തിലെ 17ാം വാർഡ് പടിവരമ്പിനെ ചൊല്ലിയാണ് ഇരു കൂട്ടരും അവകാശവാദം ഉന്നയിച്ചാണ് തർക്കം. CPM-ഉം CPI-യും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു. പോസ്റ്ററുകളും പുറത്തിറക്കിയിരുന്നു. എന്നാൽ CPM സ്ഥാനാർത്ഥിയായി നിലവിലെ സ്ഥിരം സമിതി അധ്യക്ഷ NB ജയ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സ്മിജ സജു പത്രിക നൽകിയിട്ടില്ല. എളവള്ളിയിലെ CPIയുടെ സീറ്റുകളായ 9, 10, 18 വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിട്ടില്ല. വാർഡ് 17 CPIക്ക് കഴിഞ്ഞ തവണ മത്സരിക്കാൻ നൽകിയ സീറ്റാണ്. പക്ഷേ ഇത്തവണ ധാരണ പ്രകാരം വാർഡ് 18 CPIക്ക് നൽകുകയായിരുന്നു. എന്നാൽ തീരുമാനമാകും മുമ്പ് CPM സ്ഥാനാർത്ഥി പോസ്റ്റർ ഇറക്കുകയും പ്രചരണം തുടങ്ങുകയുമായിരുന്നുവെന്ന് CPI ആരോപിച്ചു. CPIയുടെ പോഷക സംഘടനാ പ്രവർത്തകർ കൂടുതലുള്ള വാർഡാണ് 17. പ്രശ്നം പരിഹരിക്കാൻ ഉന്നത നേതാക്കൾ ഇടപെട്ട് ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ LDFന്റെ 6 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. കിഴക്കുംപാട്ടക്കര ലിസ ടീച്ചർ, കുരിയച്ചിറ CR വത്സൻ, എടക്കുന്നി കരോളിൻ പെരിഞ്ചേരി, ചിയാരം സൗത്ത് MR പ്രകാശൻ, തേക്കിങ്കാട് ഷീബ മോണി, അയ്യന്തോൾ ലത സിദ്ധകുമാർ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഇനി റവന്യൂ ജില്ലാ കലോത്സവ വാർത്തകളിലേക്ക്. കലോത്സവത്തിലെ ആദ്യ ദിനം വിവിധ മത്സരങ്ങൾ അരങ്ങേറിയത് 15 വേദികളിൽ. സ്റ്റേജ് ഇതര മത്സരങ്ങൾക്കൊപ്പം സ്റ്റേജിന് മത്സരങ്ങളും ആദ്യ ദിനം അരങ്ങേറി. 1ാം വേദിയായ ടൗൺ ഹാളിൽ മത്സരങ്ങൾ ഉണ്ടായിരുന്നില്ല. 2ാം വേദിയായ സെന്റ് മേരീസിൽ അർബനമുട്ടും ദഫ്മുട്ടും അരങ്ങിലെത്തി. ആറാം വേദിയായ LFൽ ഇംഗ്ലീഷ് നാടകവും മൂകാഭിനയവും അരങ്ങേറി. 11ാം വേദിയായ ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂൾ സ്റ്റേജിലായിരുന്നു UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പദ്യം ചൊല്ലൽ. നിശ്ചലം നിന്നുപോയി ഒറ്റയ്ക്കൊരിടത്തിരുന്നു മനസ്സിൻ്റെ
കുത്തുഞ്ഞൊറിയും അഴിച്ചു കെട്ടിയിടണം. കൈപ്പു കുടിച്ചു മയങ്ങിക്കിടക്കുമെൻ സ്വപ്നങ്ങളെ കൊണ്ട് പൊട്ടിക്കരയണം. എന്നിലേ തീക്കനൽ എന്നിലേ തീക്കനലൂതി പിടിപ്പിച്ച് നാഷണൽ ഹൈസ്കൂൾ UP സ്കൂളുകളിലായി കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത്, പാടകം, ചാക്യാർകൂത്ത് എന്നിവ വേദിയിലെത്തി. ചെണ്ടമേളം, പഞ്ചവാദ്യം, നാദസ്വരം എന്നിവയും ഒന്നാം ദിനത്തിൽ അരങ്ങേറി. ഹൈസ്കൂൾ വിഭാഗം പദ്യം ചൊല്ലലിൽ ചേർപ്പ് സ്കൂളിലെ മേധയ്ക്ക് ഒന്നാം സ്ഥാനം. ഹൈസ്കൂൾ വിഭാഗം പദ്യം ചൊല്ലലിൽ ചേർപ്പ് CNN സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി മേധയ്ക്ക് ഒന്നാം സ്ഥാനം. വിജയലക്ഷ്മിയുടെ മൃഗശിക്ഷകൻ എന്ന കവിതയാണ് മേധ ആലപിച്ചത്. മേധയുടെ ശബ്ദത്തിൽ തന്നെ അത് TCV പ്രേക്ഷകർക്ക് കേൾക്കാം. ഭയമാണങ്ങയെ പുളയുന്ന ചാട്ട മിഴികളിൽ വിരൽമുനകളിൽ ശിക്ഷാമുറകൾ ആർദ്രമോ ഹൃദയം എങ്കിലും ഇതേറ്റു ചൊല്ലുന്നേൻ ഭയമാണ്. വനത്തിലേക്കെന്റെ വപുസ്സു പായുവാൻ വിറയ്ക്കുന്നു. പക്ഷേ നിറകൺമുന്നിലീ ചുവന്ന തീച്ചക്രം വലയത്തിനകത്തിടം വലം നോക്കാതെടുത്തു ചാടണം. ഇതെത്ര കാലമായി പഠിച്ചു ഞാൻ, പക്ഷേ ഇടയ്ക്ക് എൻ തൃഷ്ണകൾ കുതറിച്ചാടുന്നു. അറബനമുട്ടിൽ മതിലകം സെന്റ് ജോസഫ് സ്കൂളിന്റെ ജൈത്രയാത്ര തുടരുന്നു. തുടർച്ചയായ 2ാം തവണയാണ് ഹൈസ്കൂൾ വിഭാഗം അറബനമുട്ടിൽ ഈ സംഘം സംസ്ഥാന തലത്തിൽ ജില്ലയെ പ്രതിനിധീകരിക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗം അറബനമുട്ട് മത്സരത്തിൽ ഇക്കുറിയും A ഗ്രേഡോടെ 1ാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ പോകുന്നത് മതിലകം സെന്റ് ജോസഫ് സ്കൂളിലെ ചുണക്കുട്ടികളാണ്. എന്തായാലും എന്നോടൊപ്പം ആ മത്സരാർത്ഥികളൊക്കെ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു. എന്താ പേര്? അഹമ്മദ് നജാദ്, മുഹമ്മദ് നിഹിയാൻ, മുഹമ്മദ് സിനാൻ, മുഹമ്മദ് ഹുദൈഫ്, നിഹാൽ, അനസ്, റയാൻ, ഫാസിൽ, ഫിയാൻ, നിഹാൽ. കഴിഞ്ഞ തവണ എനിക്കൊന്ന് 2ാം സ്ഥാനമായിരുന്നു സംസ്ഥാന തലത്തിൽ. ഇക്കുറി അത് 1ാം സ്ഥാനം കിട്ടില്ലേ? കിട്ടും. പരിശീലകനുണ്ട്. പരിശീലന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 14 തവണയായി ഈ രംഗത്ത് പരിശീലിപ്പിക്കുന്നതിനൊപ്പം തന്നെ മതിലക സ്കൂളിലെത്തിയിട്ട് കഴിഞ്ഞ തവണയാണ്. ഈ കഴിഞ്ഞ തവണ എത്തിയതിന് ശേഷം 2 തവണയും സംസ്ഥാന തലത്തിൽ ഈ സ്കൂളിനെ എത്തിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പം ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. എങ്ങനെ കാണുന്നു പ്രാവശ്യത്തെ മത്സരത്തെ? നമ്മളെ കുട്ടികളെല്ലാവരും ആദ്യമായിട്ടാണ് കഴിഞ്ഞ കൊല്ലം അറബനമുട്ട് എന്നുള്ളൊരു കലാരൂപം പഠിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ച ആദ്യ കൊല്ലം തന്നെ അവർ സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും മികച്ച രീതിയിൽ തന്നെ മികച്ച് നിൽക്കേണ്ട ഒരു ഇതായിരുന്നു കണ്ടത് കഴിഞ്ഞ കൊല്ലം. അപ്പോൾ ഇക്കൊല്ലം നമുക്ക് കുറേയധികം ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എന്താ പറയുക, നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റി. ഇക്കൊല്ലം നമ്മൾ അതേപോലെ തന്നെ സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും 1ാം സ്ഥാനമായിട്ട് നിൽക്കുകയാണ്. ശരിക്കും സന്തോഷമുണ്ട്. അവർക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ആദ്യത്തെ കൊല്ലവും 2ാമത്തെ കൊല്ലം നമ്മൾ ഈ ഒരു വിജയത്തിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ പോരായ്മ ഇക്കുറി മറികടക്കും സംസ്ഥാന തലത്തിൽ. തീർച്ചയായിട്ടും കഴിഞ്ഞ കൊല്ലം നമ്മളൊരു 2ാം സ്ഥാനത്തിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അത് അത്ര മോശപ്പെട്ട റിസൾട്ട് അല്ല. ഇക്കൊല്ലം നമ്മൾക്ക് എന്തായാലും ആദ്യം 3ാം സ്ഥാനത്തിനുള്ളിൽ തന്നെ വരണം തന്നെയാണ് ആഗ്രഹം.
ഇത്തവണ നമ്മുടെ തൃശ്ശൂർ തന്നെയാണ് സംസ്ഥാന കലോത്സവം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആവേശമുണ്ടോ? അപ്പം ഈ ചുണക്കുട്ടികളാണ് സംസ്ഥാന തലത്തിൽ ജില്ലയെ പ്രതിനിധീകരിക്കുന്നത്. എന്തായാലും ടീമിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ക്യാമറമാൻ റോയ്ക്കൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. ജാതീയത നിറഞ്ഞു നിന്ന കാലഘട്ടത്തിന്റെ കഥ പറഞ്ഞ നാടകം ശ്രദ്ധേയമായി. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടകം +2 വിദ്യാർത്ഥി അമൻ അൻസാറാണ് നാടകത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത്. നിനക്കൊക്കെ തന്നെ അങ്ങോട്ട് കൊടുത്താ പോരെ, എന്റെ ഈ തിരുമുമ്പിൽ എഴുന്നള്ളിക്കണോ നിങ്ങളൊക്കെ? ജാതീയത നിറഞ്ഞു നിന്ന കാലഘട്ടത്തിന്റെയും വർത്തമാനകാലത്തിലെയും കഥ പറഞ്ഞ നാടകം ശ്രദ്ധേയമായി. ജാതീയത നിറഞ്ഞു നിന്ന കാലത്ത് കീഴ്ജാതിക്കാരായ കർഷക കുടുംബം അനുഭവിച്ച വേദനകളും മകളുടെ വിദ്യാഭ്യാസം നിഷേധിച്ച അവസ്ഥയും ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടകം. സ്കൂളിലെ +2 വിദ്യാർത്ഥി അമൻ അൻസാറാണ് നാടകത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത്. നാടകത്തിലെ തമ്പ്രാൻ വേഷവും ചെയ്തിരിക്കുന്നത് അമൻ അൻസാറാണ്. ഞങ്ങളുടെ നാടകത്തിന്റെ വിഷയം എന്ന് പറയുന്നത് ജാതി തന്നെയാണ്. ജാതി ഉന്മൂലനത്തിൽ പണ്ട് നിലനിന്നിരുന്ന ജാതി ചൂഷണങ്ങൾ, അതുപോലെ നിലനിന്നിരുന്ന പല സാമുദായികപരമായ വേർതിരിവുകൾ, തട്ടുകൾ, ഇതെല്ലാമായിരുന്നു ഞങ്ങൾ എടുത്തു കാട്ടാൻ ശ്രമിച്ചിരുന്നത്. അത് പുതിയ കാലത്തിന്റെ മാറിയ ജാതി പശ്ചാത്തലത്തെ എടുത്തു കാണിക്കുന്ന രീതിയിലായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ, യുവകുട്ടികളുടെ, നവമാധ്യമങ്ങളിൽ മാത്രം ലയിച്ചിരിക്കുന്ന കുട്ടികൾക്ക് അറിയാത്ത പല കഥകളും ഇതിലൂടെ ഓതിപ്പഠിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങളത് പറഞ്ഞത്. അപ്പോൾ അത് ജഡ്ജസിനും ഇവിടെ കണ്ട കാണികൾക്കും എല്ലാം അത് മനസ്സിലായി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. 6ാം ക്ലാസ് മുതൽ നാടകം ചെയ്യുന്ന അമൻ അൻസാർ 6 നാടകങ്ങൾക്ക് കഥയും തിരക്കഥയും നിർവഹിച്ചിട്ടുണ്ട്. ജവഹർ ബാൽമഞ്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. ഈ പത്താഴക്കുണ്ട് ഡാമിലെ കനാലിൽ കുടുങ്ങിയ പശുവിനെ വടക്കാഞ്ചേരി ഫയർഫോഴ്സ് രക്ഷിച്ചു. പാമ്പുങ്കൽ വീട്ടിൽ ബാബുവിന്റെ 3 വയസ്സ് പ്രായമുള്ള പശുവാണ് പത്താഴക്കുണ്ട് ഡാം സൈറ്റിലെ കനാലിൽ കുടുങ്ങിയത്. വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സേനാംഗങ്ങൾ റെസ്ക്യൂ ഹോസ് ഉപയോഗിച്ച് പശുവിനെ രക്ഷിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സജീവ് കുമാറിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ മഴയിൽ സെന്റ് തോമസ് കോളേജ് റോഡിലെ വൈദ്യുതി ലൈനിലെ ഷോർട്ട് സർക്യൂട്ട് മൂലം കേബിൾ TV, ബ്രോഡ്ബാൻഡ് ലൈനുകൾ കത്തിനശിച്ചു. ഇതേ തുടർന്ന് കേരള വിഷന്റെ 500ഓളം ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ വിച്ഛേദിക്കപ്പെട്ടു. ബുധനാഴ്ച കേബിൾ TV, ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ പുനഃസ്ഥാപിക്കാനാകുമെന്നും ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും കേരള വിഷൻ അധികൃതർ അറിയിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,335 രൂപ, പവന് 90,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ.
സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്ന് കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. അടാട്ട് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് BJ ഹരീഷ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJPയിൽ ചേർന്നു. കൈപ്പറമ്പിൽ LDF സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ ആക്രമണം. ക്രിസ്മസ് പരീക്ഷാ തീയതി പുനഃക്രമീകരിച്ചു. പരീക്ഷകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തും. ക്രിസ്മസ് അവധി 23 മുതൽ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും നിരാഹാരം തുടർന്ന് വിയൂർ ജയിലിലെ മാവോയിസ്റ്റ് തടവുകാർ. മർദ്ദന പരാതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യം. തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപം ബസ്സിനടിയിൽ കുടുങ്ങി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ക്ലീനർ മരിച്ചു. മണ്ണുത്തി നെല്ലങ്കരയിൽ ടിപ്പർ ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. എറിയാട് ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. മാള വൈന്തലയിൽ മുളകുപൊടി എറിഞ്ഞ് അങ്കണവാടി അധ്യാപികയുടെ മാല പൊട്ടിച്ച സംഭവം. യുവതി ഉൾപ്പെടെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുറ്റിച്ചൂരിൽ ബൈക്ക് യാത്രക്കാരന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് 3 ലക്ഷത്തോളം രൂപ കവർന്ന കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിലായി. ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിൽ 214 പോയിന്റുമായി തൃശൂർ വെസ്റ്റ് ഉപജില്ലയും വലപ്പാട് ഉപജില്ലയും 1ാം സ്ഥാനത്ത് തുടരുന്നു. 4 ദിവസങ്ങളായി നടക്കുന്ന കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് 8500ഓളം കലാപ്രതിഭകൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.